ഒന്ന് വെട്ടിച്ച് പോകണം ഈ കുഴി കിടക്കുന്നത്. ഹായ് ഗൈസ്, ഇത് നമ്മുടെ ആനിമപ്പടിക്കിലോട്ട് ആനിക്കാട്ടിൽ നിന്ന് കയറി വരുന്ന ബൈപ്പാസ് റോഡാണ്. ഇത് മൊത്തം കുണ്ടും കുഴിയുമാണ്. അപ്പോൾ ഇത് നമ്മുടെ സുഹൃത്തായ അനീഷ് ഇതിന് തൊട്ടടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ അനീഷും കുട്ടികളും ചേർന്ന് ഇതിൻ്റെ കുഴി അടയ്ക്കുവാണ്. ഇങ്ങോട്ട്. അപ്പോൾ ഇത് നമ്മുടെ സുഹൃത്തായ അനീഷാണ്. ഇത് അനീഷിന്റെ കുട്ടികളാണ്. അപ്പോൾ അനീഷാണ് ഇപ്പോൾ ഇത് മുൻകൈ എടുത്ത് ഈ റോഡിന്റെ കുഴി അടയ്ക്കുന്നത്. ഇവിടെ പല അപകടങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. ഇത് എങ്ങോട്ട് വിട്ടിച്ചാലും കുഴിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ആനിക്കാട് റൂട്ടിൽ നിന്ന് അണിമാപ്പടിക്ക് കിടക്കുന്ന ബൈപ്പാസാണ്. അപ്പോൾ നമുക്ക് അനീഷിനോട് ഇതിനെക്കുറിച്ച് ചോദിച്ചറിയാം. ഗൈസ്, ഇത് അണിമപ്പടിയിൽ നിന്ന് വരുന്ന ഒരു ബൈപ്പാസ് റോഡാണ് നമ്മുടെ മലപ്പുറത്തോട്ട് വരുന്നത്. ഇതിന്റെ റോഡാ നമ്മുടെ ടൗണിൽ ടച്ച് ചെയ്യാതെ കോട്ടയം ചാടാനുള്ള ഒരു റോഡാണ് ഏറ്റവും വരുന്ന റോഡാ. പക്ഷേ നിർഭാഗ്യം വെച്ചാൽ വെള്ളത്തിന്റെ ഇതുകൊണ്ടും ഈ റോഡ് തകർന്നിരിക്കുക. 3 വളവ് അടുപ്പിച്ചടുപ്പിച്ച് വളവാണ്. അപ്പം പെട്ടെന്ന് ഒരു കുഴി വെട്ടിച്ച് അടുത്ത കുഴിയിലോട്ട് പോകുമ്പോൾ വണ്ടി ഓപ്പോസിറ്റ് സൈഡിൽ വന്നാൽ ആക്സിഡന്റ് ഉണ്ടാക്കാൻ വലിയ സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു വണ്ടിയുണ്ട്, അത് പോകുമ്പം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ കുഴിയെല്ലാം അടച്ചിടാമെന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് ഇതാണ് തക്ക സമയത്ത് ജോജോ വന്നു. അവനെ കണ്ടതിൽ വളരെ സന്തോഷം. മോന്റെ പേര് പഠിക്കുന്നത്? ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? നെടുങ്ങാടപ്പള്ളിലാണ് പഠിക്കുന്നത്. മോന്റെ പേര് എബൻ അനീഷ്. എത്രല്ല പഠിക്കുന്നത്? 8ല്. സെയിം സ്കൂളാണോ? മാർഡാനീഷ് സ്കൂളിൽ. ഈ കൊച്ചിയെടുക്ക ഈ എബിനാണോ മണ്ണൊക്കെ എടുക്കുന്നത്? പേര് പറഞ്ഞു തന്നു. ഈഡൻ. പഠിക്കുന്നുണ്ടോ? എത്രല്ല? 1ല്. ആണോ? ഈ 3 കൊച്ചു കുട്ടികൾ ചേർന്നാണ് ഈ കുഴിയെല്ലാം അടയ്ക്കുന്നത്. കുഴി ഇനി അടച്ചുകൊണ്ടിരിക്കുകയാണ്. കുഴി ഇങ്ങനെ കിടക്കുവാണ്. എങ്ങോട്ടും ഒന്നും വെട്ടിച്ച് പോകാനൊക്കത്തില്ല. വളരെ കഷ്ടമാണ് ഈ റോഡിൽ കൂടെ ഉള്ള യാത്ര. അപ്പോൾ അധികാരികൾ ഇതിൻ്റെ ഒന്ന് കുഴി അടയ്ക്കാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം. ഇത് തൊട്ടടുത്ത് മറ്റേ ടവറാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് വലിയൊരു ബുദ്ധിമുട്ടാണ്. ഇതിൽ യാത്ര ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ്. നടന്നു പോകുന്നവരുടെ അടുക്കലോട്ടാണ് സ്കൂട്ടറുകാർ വെട്ടിച്ച് വരുന്നത്. അങ്ങനെ വലിയ അപകടമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കണം.